രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027ന്റെ ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താൻ ഉതയ്ക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് തുടക്കമാവുകയാണ്. ജൂൺ 30 വരെ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെയാണ് സെൽഫ് എന്യൂമറേഷനുള്ള സമയം. ഇതുവഴി വീടുമായും അനുബന്ധ സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ ഓൺലൈനായി സ്വന്തമായി നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്ന സെൻസസ് 2027ന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഇത്തവണ ആദ്യമായാണ് നടപ്പാക്കുന്നത്. സെൻസസ് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും. പണ്ടൊക്കെ സെൻസസ് 2011 കാലഘട്ടത്തിലൊക്കെ സെൻസസ് എടുത്തുകൊണ്ടിരുന്നത് ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തി ഒരു ഫോം നൽകും, അത് പൂരിപ്പിച്ച് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ വഴി തന്നെ അതെല്ലാം പൂരിപ്പിച്ച് റെഡിയാക്കി വയ്ക്കാം. അവസാന നിമിഷം ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തി അത് കൈപ്പറ്റുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന ഒന്നാം ഘട്ട സെൻസസിന് മുന്നോടിയായാണ് സെൽഫ് എന്യൂമറേഷൻ നടക്കുക. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടം. 2027ലെ സെൻസസ് നടപടികൾക്കാണ് ഇന്ന് തുടക്കമാവുന്നത്. വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള എന്യൂമറേഷൻ അതായത് സെൽഫ് എന്യൂമറേഷൻ സൗകര്യമാണ് ഇന്നു മുതൽ ലഭ്യമാവുന്നത്. 15 വർഷത്തിന് ശേഷമാണ് രാജ്യത്ത് സെൻസസ് നടപ്പിലാക്കുന്നത്. 2011ലാണ് അവസാന സെൻസസ് നടന്നത്. 10 വർഷത്തിൽ ഒരിക്കൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് 2021 കോവിഡ് കാരണം നടന്നില്ല. ഇത്തവണ ആദ്യമായി ഡിജിറ്റൽ സെൻസസ് നടപ്പിലാക്കുകയാണ്. സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പോർട്ടലിൽ ജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനാകും. 2 ഘട്ടമായി നടക്കുന്ന സെൻസസിൽ ആദ്യഘട്ടത്തിൽ വീട്ടുവിവരങ്ങളാണ് ശേഖരിക്കുക. ഇതിന്റെ ആദ്യ പടിയാണ് സെൽഫ് എന്യൂമറേഷൻ. അതായത് se.census.gov.in എന്ന പോർട്ടലിലാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തേണ്ടത്. ഗൃഹനാഥന്റെയോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെയോ പേര്, മൊബൈൽ നമ്പർ എന്നിവ നൽകി ആദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു വീടിന് ഒരു മൊബൈൽ നമ്പറെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അടുത്തതായി ഭാഷ സെലക്ട് ചെയ്യണം. തുടർന്ന് മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്യണം. ലോഗിൻ ആയ ശേഷം സ്ഥലവിവരങ്ങൾ നൽകണം. സംസ്ഥാനം, ജില്ല, വീടിന്റെ സ്ഥാനം എന്നിവ രേഖപ്പെടുത്തണം. തുടർന്ന് ഡിജിറ്റൽ മാപ്പിന്റെ സ്വന്തം വീടിന്റെ സ്ഥാനം അടയാളപ്പെടുത്തി നൽകണം. ലൊക്കേഷൻ സ്ഥിരീകരിച്ച ശേഷം സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യാം. ആദ്യഘട്ട സെൻസസിൽ ആകെ 33 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരിക്കൽ വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാറ്റാൻ സാധിക്കില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെയും സമാധാനത്തോടെയും കൂടി വേണം ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ. വിവരങ്ങൾ സമർപ്പിച്ച ശേഷം 11 അക്കങ്ങളുള്ള SEID SMS വഴിയും ഇമെയിൽ വഴിയും ലഭിക്കും. ന്യൂമറേറ്റർ നേരിട്ട് വീട് സന്ദർശിക്കുമ്പോൾ ഈ നമ്പർ കൈമാറണം. കെട്ടിട നമ്പർ, സെൻസസ് വീട് നമ്പർ, അതായത് സെൻസസിന്റെ വീട്ടു നമ്പർ, വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ഇവ ഉദ്യോഗസ്ഥർ നേരിട്ട് സന്ദർശിച്ചാണ് രേഖപ്പെടുത്തുക. തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്ററെ അറിയിക്കാനും അവസരമുണ്ടാകും. അടുത്ത മാസം 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നത്.